ആക്ഷൻ ആക്ഷൻ. നമുക്കൊരു രോഗം വന്നു, ഒരാൾക്കൊരു രോഗം ഒരു പ്രദേശത്ത് വന്നു, ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കണക്ട് ചെയ്തു, ഇന്റർനെറ്റ് കണക്ട് ചെയ്തു. ഈ രോഗത്തിന് ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, വേറെ ഇതിന് നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് മരുന്നോട് ഇന്ന സ്ഥലത്ത് ഇത് ഉണ്ടായിരിക്കുന്നത്, അവിടെ ഇന്ന മരുന്നാണ് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. ആൾക്കാരെ കൊണ്ട് അത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതിന് ഇന്റർനെറ്റും ആർട്ടിഫിഷ്യലും കാര്യങ്ങളൊക്കെ തന്നെ ഓട്ടോമാറ്റിക് കണക്ട് ആവുന്നു. വേൾഡ് ഓർഗനൈസേഷന്റെ ഒക്കെ ഡാറ്റ ഉണ്ട് മുത്തുമണിയാ. ഡാറ്റ കൊടുക്കാതെ വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ. സൗണ്ട് പോരാടാ തുൽപ്പിയ, നിനക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ? അല്ല അടിപൊളിയായി. മുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി മടക്കായിരുന്നു മടക്കി. ഡോക്ടർമാരില്ലാത്തൊരു ഹോസ്പിറ്റലിൽ വന്നാൽ ഭാവിയിൽ വന്നാൽ ഞാൻ പോകും. ഹോസ്പിറ്റലിൽ ഡോക്ടർമാര് സമാധാനമാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ സാധനമൊക്കെ നെക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വായിച്ചുമ്പോ കൊറേ ഒക്കെ അറിയാൻ പറ്റുന്നില്ലേ. ഇത് ഇനിയും വികസിച്ച് വികസിപ്പിച്ചാല് റെഡി ആവൂല, അത് വികസിപ്പിച്ചാല് ഭാവിയിൽ റെഡി ആവൂല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, ക്യാമറ നമ്മളിതിലില്ല, കണ്ടാ മതി. അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഇത് ഈ സാധനം വെച്ച് ടെസ്റ്റ് ചെയ്ത് ഇത് ആക്യുറേറ്റ് അല്ലാത്തതുകൊണ്ട് ഇത് വാല്യൂ മാറി. അതുകൊണ്ട് മരുന്ന് കുടിച്ചില്ല, ഡോക്ടറിന് കണ്ടില്ല. ഭാവിയില് അത് അങ്ങനെ പ്രസന്റ് നോക്കി ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഒരാൾ ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കുന്നത് അവര് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താ അറിയോ? ഇത് നമ്മളോട് ഞാൻ ഈ കൊടുക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ട്. അത് 2-3 കമ്പനിയിലുണ്ട്. ഒരാൾ ഇത് വാങ്ങാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആൾ ഫസ്റ്റ് ചോദിക്കുന്നത് എന്താ, ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് അതും ഇവർ 100% ഒരു കമ്പനിയും പറയില്ല. ആക്യുറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വാല്യൂ കിട്ടും. അത് നമ്പിരിക്കാനും പറ്റൂല. അതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യണം. ഈ സാധനം ബ്ലഡ് എടുത്തിട്ട് തന്നെ, പക്ഷേ ഇത് ഡിജിറ്റലാണെന്നുള്ളൂ. അതേമാതിരി നമുക്ക് ഈ മെഷീനെ കൊണ്ട് ഒരു കാര്യം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനൊരു വ്യക്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഇന്ന കെമിക്കൽ ഇട്ടിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് അത് ആക്യുറേറ്റ് ആയിട്ടൊരു വാല്യൂ അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, ഈ ഇന്ന ഈജിപ്ത് പറഞ്ഞ കെമിക്കലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇനി ഒരു കാലത്ത്. അതിന് ഒരു ഡാറ്റ ഒരാൾ കൊടുക്കണം. ഒരാള് കണ്ടുപിടിച്ച ആള് ചെയ്യുന്ന പ്രവർത്തനം അതല്ല ഒരു എംപ്ലോയിനെ വെക്കണം, അതിൽ ഒരു റോബോട്ടിനെ വെക്കാന്നുള്ളൂ. ഡാറ്റ ഒക്കെ കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ള അർത്ഥം മനുഷ്യന്മാർ റീപ്ലേസ് ചെയ്യാണ്. മനുഷ്യന്മാർക്ക് ഇത്രയും ചിന്തിക്കേണ്ടി വരില്ല. അവിടെയും ഓക്കെ ശരിയാണ്, അവിടെയും മനുഷ്യന്റെ ഒക്കെ തെറ്റണ പറ്റണ റോബോട്ടിന്റെ. മനുഷ്യന്മാര് ഒരാളൊരു പനിയേറ്റ് പോയി ഗുളിക കൊടുത്തു, ഈ ഗുളിക തെറ്റിയിട്ട് ഈ ആള് മരിച്ചെന്നുള്ളൊരു ഉറപ്പുണ്ട്. എന്താ റോബോട്ട് ഗുളിക മാറിയിട്ട് അതന്നെ പറഞ്ഞു. മനുഷ്യന്മാര് മെഡിക്കൽ ഫീൽഡിൽ മനുഷ്യന്മാരെ കൊടുക്കുന്നില്ലേ? മനുഷ്യന്മാര് തെറ്റിച്ചിട്ട് വന്നാ എന്താ എല്ലാ ഫീൽഡും ഓക്കെ. മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഹലോ, ഇത് എന്റെ ഫോണ്, ഞാൻ എന്റെ ഫോണ് പേരുന്ന